അവസാനം സംസാരിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയുടെ ഒരു കുറിപ്പിനെ കുറിച്ചാണ്. അവർ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾ വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്ന, ക്രിസ്ത്യൻ മതവിശ്വാസം ആക്രമിക്കപ്പെടുന്ന കാലത്ത് തെരഞ്ഞെടുപ്പിലേക്ക് ജാഗ്രതയോടെ പോകണം എന്ന് ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, അവർ ഇപ്പോൾ സാമുദായിക ജാഗ്രതാ സമ്മേളനം സെൻറ് തോമസ് കോളേജിൽ തൃശ്ശൂരിൽ വിളിച്ചു ചേർക്കാനൊക്കെ തീരുമാനിക്കുന്നു. തൃശ്ശൂർ അതിരൂപത നമുക്കറിയാവുന്ന തൃശ്ശൂർ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. ഇത്തവണ സുരേഷ് ഗോപി അവിടെ BJPക്ക് വേണ്ടി മത്സരിക്കാൻ പോകുന്നതിന് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം നടത്തുന്നത് കാണുന്നുണ്ട്. കത്തോലിക്ക സഭയെ ക്രിസ്ത്യാനികളെ ഒപ്പം ചേർക്കാൻ ഒരുപാട് അദ്ദേഹം പ്രയത്നിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനെ ഒരു സംഗതി വരുന്നത്. ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ള കക്ഷി ആരാണെന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും മനസ്സിലാവും. രണ്ടാമത്തേത്, ഈ JB കോശി കമ്മീഷൻ്റെ ശുപാർശകളും കണ്ടെത്തലുകളും പുറത്തുവിടാൻ പോലും കേരളത്തിലെ സർക്കാർ തയ്യാറാവുന്നില്ല എന്ന കേരള സർക്കാർ വിമർശനവും കൂടി അതിനകത്തുണ്ട്. ദാവൂസാഹിബിന് തോന്നുന്നതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ തൃശ്ശൂർ അതിരൂപതയുടെ ഈ കുറിപ്പിൽ പറയുന്ന പരാമർശങ്ങൾക്ക് അവരുടെ ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിലെ അവരുടെ അനുഭാവത്തിൻ്റെ സൂചനകൾ അതിനകത്തുണ്ടോ? അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് ക്രിസ്തീയ ന്യൂനപക്ഷം ഇന്ത്യയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ആക്രമണങ്ങൾ വലിയ തോതിൽ ഉണ്ടാകുന്നു. അതിൻ്റെ മുന്നേ എങ്ങോട്ടാണെന്ന് നമുക്ക് നിശ്ചയമായിട്ടും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നടക്കുന്നൊരു ചർച്ചയുണ്ടല്ലോ, ക്രിസ്ത്യാനികൾ ഭയങ്കരമായിട്ട് ഈ BJP പക്ഷത്തേക്ക് പോകുന്നു എന്നൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസ് കേക്കുമായിട്ട് പോകുന്നു, സുരേന്ദ്രൻ ഈസ്റ്ററിന് പോകുന്നു, ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുകയാണ് എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതിനിടയിലാണ് ഈ പറയുന്ന അതിരൂപതയുടെ ഈ കമ്മ്യൂണിക്കെ വരുന്നത്. അവർ അടുത്ത ആഴ്ച സമ്മേളനം വിളിച്ചിരിക്കുകയാണ്. എല്ലാ ഇടവകകളിൽ നിന്നും അതിൽ പ്രതിനിധികൾ പങ്കെടുക്കണം, അവരോട് കാര്യങ്ങൾ പറയും. അപ്പം ജാഗ്രതയോടെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കണം. 2 പോയിൻ്റാണ് അതിലുള്ളത്. ജാഗ്രതയോടെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കണം. ന്യൂനപക്ഷങ്ങൾ അസ്തിത്വ പ്രതിസന്ധി നേരിടുകയാണ്. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ അസ്തിത്വ പ്രതിസന്ധി നേരിടുന്നു, ഭീഷണി നേരിടുന്നു എന്ന് അതിരൂപതയുടെ ഒരു ഔദ്യോഗിക കുറിപ്പിൽ പറയുമ്പോൾ അതാരെയാണ് ലക്ഷ്യം വെക്കുന്നത് വളരെ ലളിതമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ SGGയുടെ വളരെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉന്നവും ഈ ക്രിസ്ത്യൻ സമൂഹമായിരുന്നു. കാരണം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു 32-35% ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. അപ്പോൾ 16% മുസ്ലിം വോട്ടുകളുണ്ട്. ചില ഒരു 50-51% ന്യൂനപക്ഷ വോട്ടുകളാണ്. അപ്പോൾ അതിൽ മുസ്ലിം സമൂഹത്തിന് വോട്ട് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ വിജയിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ 28% പുള്ളിയുടെ വോട്ട് എന്ന് പറയുന്നത്. വിജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്ന 40% വോട്ടാണ്. അപ്പോൾ അത് വിജയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ഈ ക്രിസ്ത്യാനികളുടെ കൂടെ വോട്ട് കിട്ടിയാലേ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടിയുള്ള പല പരിശ്രമങ്ങൾ പുള്ളി നടത്തുന്നുണ്ടായിരുന്നു. മറ്റേ ലൂർദ് പള്ളിയിൽ പോയിട്ട് സ്വർണ്ണ കിരീടം വെക്കുന്നുണ്ട്. അതിനിടയിലാണ് എന്താ പറയുക, നിസ്വാർത്ഥനായ സംഘപുത്രൻ ഐ ബി ബാബു വന്നിട്ട് ആർ വി ബാബു വന്നിട്ട് പാലയൂർ പള്ളി നമ്മുടെ നല്ലതാണ്, പക്ഷേ ഇപ്പോൾ പൊളിക്കുന്നില്ല, ഇപ്പോൾ വേണ്ട. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇതും കൂടെ വരുന്നത്. അപ്പോൾ പാലയൂർ പള്ളി നമ്മുടേതായിരുന്നു എന്ന് ചാനൽ ചർച്ചയിൽ വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോയതാണ് അദ്ദേഹം. പക്ഷേ ആ പറഞ്ഞു പോയി എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. എന്ന് പറഞ്ഞാൽ എന്താണ് ഇവന്മാരുടെ അകമ എന്താ, ഇവരുടെ ശരിയായ ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ് എന്നുള്ളതാണല്ലോ വെളിപ്പെട്ടു പോയിരിക്കുന്നത്. ഇത് ക്രിസ്ത്യൻ സമൂഹം ഇത് മനസ്സിലാക്കണം. ഇതാണ് ഇവരുടെ ലക്ഷ്യം. നിങ്ങളെ അവർ ഇവിടെ സോപ്പിടുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയേ സോപ്പിടുന്നുള്ളൂ, ഇവിടെയും ഗോവയിലും സോപ്പിടുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് വോട്ട് ബാങ്ക് ഉള്ളിടത്താണ് നിങ്ങളെ പിന്നാലെ നടക്കുന്നത്, ഈ ക്രിസ്മസ് കേക്കുമായിട്ട് നടക്കുന്നത്. അല്ലാതെ ഉത്തരേന്ത്യയിൽ പോയി നോക്കൂ, ഓരോ ദിവസവും ഈ പറയുന്ന ക്രിസ്തീയ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നതിൻ്റെ വാർത്തകൾ വരുന്നു. കഴിഞ്ഞ ദിവസം വന്നു, മതപരിവർത്തനം ആരോപിച്ച് പുരോഹിതരെ അറസ്റ്റ് ചെയ്ത്. നമുക്ക് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ, അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ വെച്ചാൽ ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് പ്രാണപ്രതിഷ്ഠയാണ്. അപ്പം അന്ന് മുസ്ലിം പള്ളികൾ ആക്രമിക്കുന്നത് മനസ്സിലാക്കുക ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ. പക്ഷേ അന്ന് മധ്യപ്രദേശ് എന്താ നടന്നത്? ചർച്ചിൽ കയറിയിട്ട് കാവിക്കൊടി നാട്ടുകയാണ്. അപ്പോൾ ഈ വസ്തുത ഇങ്ങോട്ട് ചായുന്ന പിതാക്കന്മാർ മനസ്സിലാക്കണമെന്ന് നമ്മൾ ഈ ഔട്ട് ഓഫ് ഫോക്കസിലടക്കം പലതവണ പറഞ്ഞതാണ്. ആ തിരിച്ചറിവ് കൂടുതൽ ക്രിസ്തീയ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. രാജംശം, തൃശ്ശൂരിൽ ഇപ്പോൾ സംഘപരിവാർ അവിടെ ഒരു വിജയം ലക്ഷ്യം വെക്കുന്നുണ്ട്. പക്ഷേ അവിടെ ക്രിസ്ത്യൻ പോക്കറ്റുകളിലെ വോട്ടുകൾ കൊണ്ട് സംഘപരിവാർ അവിടെ വിജയിച്ചാൽ ഞങ്ങൾ പ്രതിക്കൂട്ടിലാവും, കാലം ഞങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തും എന്ന തിരിച്ചറിവാണോ അവരെ കൊണ്ടെങ്കിൽ ഇനീഷ്യേറ്റീവ് പ്രേരിപ്പിക്കുന്നത്? നമ്മൾ കേരളത്തിൽ കഴിഞ്ഞൊരു 4-5 വർഷമായിട്ട് കാണുന്നൊരു ട്രെൻഡ്, സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ തോതിലുള്ള വർഗീയത ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും വരുന്ന കമൻറ്റുകൾ, പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മലയാളികൾ മുഴുവൻ
പരസ്പരം വെറുക്കുന്ന മനുഷ്യന്മാരായി മാറി. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. ഹഗിയ സോഫിയ അവിടെ പള്ളിയാക്കിയതൊക്കെ കേരളത്തിൽ വലിയ പ്രശ്നമാണ്. അതുപോലെ എന്താണ് ക്രൈസ്തവ സമൂഹം വലിയ തോതിൽ സംഘപരിവാറിനോട് അടുത്തിരിക്കുന്നു. ഇനി BJP കേരളം ഭരിക്കാൻ പോവാണ്. മൊത്തത്തിലൊരു ആകെ വർഗീയമായിട്ടാണ് കഴിഞ്ഞൊരു 4 വർഷമായിട്ട് നമുക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും ഗ്രൗണ്ടിൽ നമ്മൾ മനുഷ്യന്മാരെ കാണുന്നുണ്ടല്ലോ, മനുഷ്യർക്ക് പ്രശ്നമൊന്നുമല്ല, വർഗീയതയല്ല മനുഷ്യരുടെ പ്രശ്നം. ഇത് സത്യമാണ്. അതായത് വ്യത്യസ്ത ക്രൈസ്തവ സഭകളുമായി നല്ലൊരു റാപ്പോ ഉണ്ടാക്കാൻ വേണ്ടി RSS പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സിറോ മലബാർ സഭയുടെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ സിറോ മലബാർ സഭയുടെ ഒരു ഘടന അനുസരിച്ച് അതിന് കേരളത്തിൽ ഒരു അഖിലേന്ത്യാ നേതാവില്ല, അഖിലേന്ത്യാ നേതാവില്ല. അവരുടെ ഒരു ഹൈറാർക്കി എങ്ങനെയാണെന്ന് വെച്ചാൽ രൂപത, അതിരൂപത, അത് നേരെ വത്തിക്കാനുമായിട്ടാണ് ബന്ധം. അപ്പോൾ ഈ കർദിനാൾ എന്ന് പറഞ്ഞ പദവി എന്ന് പറഞ്ഞാൽ ഈ സിറോ മലബാർ സഭ ഒരു പൗരസ്ത്യ സഭയായതുകൊണ്ട് മാത്രം നൽകിയിട്ടുള്ള ഒന്നാണ്. അതർവൈസ് അവർക്ക് ഒരു ഇപ്പോൾ അമേരിക്കയിലെ ഏറ്റവും വലിയ കത്തോലിക്ക പുരോഹിതന അങ്ങനെയൊന്നുമില്ലല്ലോ, ബ്രിട്ടനിലെ ഏറ്റവും വലിയ കത്തോലിക്ക അങ്ങനെ ഇല്ല. അവർ രൂപത, അതിരൂപത, അതാണ് അവരുടെ ശൈലി. അത് നേരെ വത്തിക്കാനായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഈ പ്രശ്നം കേരളത്തിലുണ്ട്. കേരളത്തിലെ ഒരു സിറോ മലബാർ സഭയുടെ പ്രധാന കാര്യങ്ങൾ ആരാണ് തീരുമാനിക്കുക? അത് കർദിനാളല്ല തീരുമാനിക്കുക, ആ രൂപതയിലോ അതിരൂപതയിലോ അവിടുത്തെ മെത്രാൻ ആണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ആർച്ച് ബിഷപ്പാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള അതിരൂപത എന്ന് പറഞ്ഞാൽ ചങ്ങനാശ്ശേരി അതിരൂപതയാണ്. മറ്റൊന്ന് ഇപ്പോൾ തൃശ്ശൂർ അതിരൂപതയാണ്. അപ്പോൾ ആ അതിരൂപത അവർക്ക് പറയാൻ പറ്റാവുന്ന പരമാവധി പോളിഷ്ഡായിട്ടുള്ള ഭാഷയിൽ നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യരുതെന്നാണ് പറഞ്ഞത്. ഏറ്റവും കാരണം അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇന്നയാൾക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്തിരുന്നെന്നാണ് അതിരൂപത ആ കമ്മ്യൂണിക്കയിൽ പറയുന്നത്. കാരണം അതല്ലാതെ കുറേ കൂടി രൂക്ഷമായ ഭാഷയിൽ പറഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ED ഈ സ്ഥാപനങ്ങളിൽ വരും, അതുപോലെ വലിയ കുഴപ്പങ്ങളുണ്ടാകും. അപ്പോൾ അവർക്ക് പറയാൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഭാഷയിൽ അവരത് പറഞ്ഞു കഴിഞ്ഞു. ആ തൃശ്ശൂർ അതിരൂപതയിലെ ആളുകൾക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. അപ്പോൾ ഇനി വേറൊരു തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ അതിരൂപതയുടെ കീഴിൽ അങ്ങനെ എന്തെങ്കിലും എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് ഐക്യം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ അവരും പറയുമായിരിക്കും. അപ്പോൾ ഇതല്ലാതെ ഒരു മതനേതാവിന് ഇറങ്ങി വന്നിട്ട് രാജ്യത്ത് ഭാഷിതം വരാൻ പോവുകയാണ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു അധികാര ഘടന സിറോ മലബാർ സഭയ്ക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അതിരൂപതയ്ക്ക് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി കൊടുക്കേണ്ടി വരുന്നത്. അവരെ ഏറ്റവും വലിയ ത്രെറ്റായിട്ട് കാണുന്നത് തൃശ്ശൂരാണ്. കാരണം തൃശ്ശൂർ നിഷ്കളങ്കരായ മനുഷ്യർ, എനിക്ക് തൃശ്ശൂരെ വോട്ടർമാരെ 1-2 പേരെ എനിക്കറിയാം, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹം നല്ല മനുഷ്യനാണ്, സാധാരണ രാഷ്ട്രീയക്കാരെ പോലെയല്ല, അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അപ്പോൾ ഞാൻ ചോദിക്കും അദ്ദേഹത്തിൻ്റെ പാർട്ടി ഏതാണെന്ന് അറിയാമെന്ന് ചോദിക്കുമ്പോൾ പാർട്ടി ഏതാ, എന്താ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാം, അങ്ങനെ ചിന്തിക്കുന്ന മനുഷ്യരെ ഒന്നുകൂടി മാറ്റി ചിന്തിപ്പിക്കാൻ ഈ കമ്മ്യൂണിറ്റിയെ പ്രേരിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഏറ്റവും ലളിതമായ ഭാഷയിൽ നിങ്ങൾ ഈ വർഗീയതയ്ക്ക് അല്ലെങ്കിൽ വംശീയമായ ആക്രമണം നടത്തുന്നവർക്ക് വോട്ട് ചെയ്യരുത് എന്ന് പറയുകയാണ് തൃശ്ശൂർ അതിരൂപത എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നാളെ ഇരിക്കാം. നമസ്കാരം.